ഇല്ല, ഞാൻ അവരെ മനഃപൂർവ്വം വിളിക്കാത്ത തന്നെ. അവരെ മൂത്ത മോളെ വീട് പാല് വെച്ചപ്പോൾ അവർ ഈ നാട്ടിൽ സകലരെയും വിളിച്ചിട്ട് അവർക്ക് നിന്നെ മാത്രം വിളിക്കാൻ വയ്യായിരുന്നല്ലേ? അന്നേ ഞാൻ തീരുമാനിച്ച തന്നെ, നമുക്കിവിടെ എന്തെങ്കിലും വരുമ്പോൾ അവരെ വിളിക്കൂലെന്ന്. അവരെ എന്നെ വിളിക്കാത്തതിന് നീ കാണിക്കണ എന്തിനേച്ചി? ഇതാണ് ഞാനൊരു കാര്യം പറയാം. നീ വിചാരിക്കണ കണക്കത്തെ സാധനമൊന്നും അല്ലേ ഗിരിജേക്ക. അവരെ നിശ്ചയം വിളിച്ചില്ലെങ്കിൽ ആ വാശിക്ക് അവർ വേണമെങ്കിൽ ഈ കല്യാണം വരെ മുടക്കാൻ നോക്കും. ആഹാ, അത് കൊള്ളാല്. അങ്ങനെ വല്ലോളം മുടക്കാൻ നോക്കിയാൽ മുടങ്ങണ കല്യാണം അല്ല ഇത്. നീ സകലരെയും വറപ്പിച്ചിട്ട് കല്യാണം നിശ്ചയമൊക്കെ നടത്തിയാൽ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവരെ വിളിക്കൂല. പറ. ഞാനേ കുറച്ച് കൺഫ്യൂഷനിലാണ്. പറ, എന്താ? ഈ കല്യാണം ശരിയാവുമെന്ന് തോന്നണല്ലോടി. അതെന്താറ്റി? അഖില് എപ്പോഴും ഒരു ഓവർ ഇതാണ്, എല്ലാത്തിനും കുറ്റമാണ് എന്നെ. ഞാൻ ഇന്നലെ അടുക്കളയിൽ ഉള്ളി ഒലിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉള്ളി ഒലിക്കണമെന്ന്. അത് ഭയങ്കര കുറ്റമായി പോയി. അവരവിടെ ഒന്നും തൊലിക്കണമെന്ന് പറയില്ല, തെറിയാണെന്നത് അവിടെയൊക്കെ. എന്നിട്ട് എടി ഉള്ളി ഒലിക്കണേനെ തൊലിക്കണം എന്നല്ലാതെ ഞാൻ എന്തൊരു പറയാൻ? അതാണ്. ഞാനാണെങ്കിൽ നമ്മുടെ ലോക്കൽ ഇതുവരെ അത് ശ്രദ്ധിച്ചൊക്കെയാണ് എപ്പോഴും സംസാരിക്കണേ. എന്നാൽ എപ്പോഴും കുറ്റമാണ്. അവരെന്തിനാ കൂടിയതും നമ്മളെന്തിനാ കുറഞ്ഞതും പോലെയാണ് എപ്പോഴും. സത്യം പറഞ്ഞാൽ ഇപ്പോഴേ അടുത്ത്. ഇത് കല്യാണം കഴിഞ്ഞാലും തോന്ന നാളൊന്നും പോകുന്ന എനിക്ക് തോന്നണില്ല. തന്നെ നീ നല്ലോണം ഇരുന്ന് ആലോചിക്കും. എന്നിട്ട് നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറ. ദാ കിടന്ന് വിളിക്കണ്. എടി ഞാൻ ഇതൊന്ന് എടുത്തോട്ട്, ഇല്ലേ നേരെ ഞാൻ അമ്മേരെ ഫോണിലോട്ട് വിളിക്കും. ആര്? അഖില്. കോൾ വെയിറ്റിംഗ് ആയിരുന്നു. ഒരു കൂട്ടുകാരി വിളിച്ച. ഏത് കൂട്ടുകാരി? അതിപ്പോ ഞാൻ പറഞ്ഞ ചേട്ടനെ അറിയാമോ? അഞ്ജലി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ, ട്രെയിനിങ് കഴിയുന്നവരെ ഈവനിങ് എനിക്ക് ഈ സമയത്തെ വിളിക്കാൻ പറ്റുള്ളൂ, ആ സമയത്ത് നീ ഫ്രീ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുവാ ഇങ്ങനെ? ഇതവൾ ഇങ്ങോട്ട് വിളിച്ചാണ്. നിനക്ക് ആ കോൾ എടുക്കാതിരിക്കാലോ. ചേട്ടനിപ്പോ എന്താണ് കുഴപ്പം? നീ ഒരു കാര്യം ചെയ്തേ, നിന്റെ ആ കോൾ ലിസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തയച്ചേ. ചേട്ടാ, നമ്മളെ ശരിയാവുന്ന എനിക്ക് തോന്നണില്ല കേട്ടാ. എന്ത് ശരിയാവില്ലെന്ന്? ചേട്ടനിപ്പോ ഒന്ന് വെക്കോ പ്ലീസ്. ഞാൻ കോളൊന്ന് കട്ട് ചെയ്തോട്ടാ, ഞാൻ കുറച്ചു തിരിച്ച് വിളിക്കാം. എന്താ? ഹലോ, മഞ്ഞ ഗുളിക കിട്ടിയില്ലാമേ. അത് 2 ദിവസമേ കൊണ്ടുവരാ. മതി. മാവോളയിലെ ഗിരിജാമിയെ നിശ്ചയം വിളിച്ചില്ലെന്നും പറഞ്ഞ് സുമ കടന്ന് ചാടുന്നു. നിശ്ചയത്തിന്റെ കാര്യം വേണ്ട, ഇവക്ക് എന്തേലും പറയണമെന്ന്. എന്തോന്നടി? ഞാൻ പറയാൻ പോണ കേട്ട് നിങ്ങളിടന്ന് ചാടിയൊന്നും ചെയ്യില്ല. പറ അങ്ങോട്ട്. അഖില് ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തോന്ന് ശരിയാവൂലെന്ന്? എന്തോന്ന് ശരിയാവൂലെന്ന്? അമ്മ ഇത്ര സമാനത്തോടെ ഞാൻ പറയണ കേട്ടാണ് അമ്മ. നല്ല ഒന്നാന്തരം ഒരു കല്യാണം വന്നപ്പോ ഇനി നീയായിട്ടത് മുടക്ക്. എനിക്ക് അത്ര ഒന്നൊന്നരായിട്ടും തോന്നണില്ല. പിന്നെ ആരേ സുഹൈൽ? എന്തോന്ന് കേട്ടാ? സുഹൈല? അവ ആരെന്ന്? എൻ്റെ കോളേജിലെ സീനിയർ. എന്ത്? അവന് നീ തമ്മിൽ എന്തൊരു എന്തോന്നച്ചാ? ബാബുച്ചി, നീ സത്യം പറ. ആരടി? എന്തോന്ന് കേട്ടാ ഇതൊക്കെ? അച്ഛ ഒരു പ്രാന്തൻ, കുറെ കാലം കൊണ്ട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് പറയാൻ നടക്കാൻ അത്രേ ഉള്ളു. അവൻ പിന്നെ നിന്റെ പടവും വെച്ച് ഓരോന്നൊക്കെ മൊബൈൽ ഇടണേ തരി. അയ്യോ, എന്തോന്നൊക്കെ കേക്കണേ? എനിക്ക് അവൻ്റെ അടുത്ത് അങ്ങോട്ടും അങ്ങനൊന്നും ഇല്ല. പിന്നെ നീ കല്യാണം ശരിയാവില്ലെന്ന് പറഞ്ഞത്? എനിക്ക് അഖിലിനെ വിളിച്ചിട്ട് ഒരു ഇതൊന്നും വരണില്ല. എന്തിനു പറഞ്ഞില്ലെന്ന്? നിനക്ക് എന്തിനു പറഞ്ഞില്ലെന്ന്? കൊല്ലു തന്നെ ഞാൻ. ആരടി ഈ ജുനൈദ്? ജുനൈദല്ല, സുഹൈല്. എടി പെണ്ണേ, നീ എന്തിനാണ് അവിടെ തോളത്ത് കയറണത്? അവക്ക് പറയാനുള്ളതും കൂടെ കേള്. അപ്പൊ അമ്മയും കൂടെ അറിഞ്ഞോണ്ടാണിത്. അന്ന് അകലൊന്ന് കണ്ടപ്പോ മക്കൾ ഇഷ്ടമായെന്ന് പറഞ്ഞല്ല? അത് നിങ്ങൾ എല്ലാരും കൂടെ നല്ലത് നല്ലതെന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് സമ്മതിച്ചു പോയതാണ്. നല്ല എന്നല്ലേ നമ്മളെ ഭാഗ്യം ഇത്രയും നല്ല ആലോചന വന്നത്. പന്തളത്തെ നമ്മളെ കൂട്ടരെന്ന് പറഞ്ഞാൽ കളിച്ച കാര്യമാണ്. ബാബച്ചി, ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഈ ഫാനി കെട്ടി തൂങ്ങി ഞാൻ ചാവും. ഒരു 100 ആലോചന നോക്കിയിട്ടാണ് ഇതിപ്പോ പറഞ്ഞെങ്കിൽ എല്ലാം ശരിയായിട്ട് വന്നത്. ഇനി നീ ആയിട്ടത് മുടക്ക് കാലത്തി. എടി അപ്പുറത്തെ പ്രശ്നമൊക്കെ കേൾക്കും. ഇത് പയ്യെ പറയടി. മക്കളെ,
നമുക്ക് പറ്റൂല ഈ മുസ്ലിം ഒന്നും. നീ ആലോചിച്ച് നോക്കിയാണ് അങ്ങനെയൊക്കെ കല്യാണം കഴിച്ചാ നീ രാവിലെ എണീക്കുമ്പോഴായിരിക്കും അവരിന്ന് വാങ്ങി വിളിക്കുന്നത്. വാങ്ങ വിളിക്കണമെങ്കിൽ പള്ളിയിലാണ് എന്നും പറഞ്ഞു നമ്മളെ രീതിയാണ് അവരുടെ. അച്ഛ ഞാൻ പറഞ്ഞ എനിക്ക് അവനടുത്തൊന്നും ഇല്ലെന്ന്. പിന്നെ മക്കളെന്ത് ഈ കല്യാണം ഇതിപ്പോ ഇങ്ങനെ പറയണത്? അച്ഛ അങ്കിൾ ഭയങ്കര ടോക്സിക് ആണ്. ഇന്ന് എന്നെ വിളിച്ചപ്പോൾ എൻ്റെ ഫോൺ ബിസിയാന്ന് പറഞ്ഞിട്ട് എൻ്റെ കോൾ ഡീറ്റെയിൽസ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറയണ്. ആരാ ആള്? എൻ്റെ കോൾ ഡീറ്റെയിൽസ്. ആര് സ്ക്രീൻഷോട്ട് എടുത്തെന്ന്? ഒന്നുമില്ല മക്കളെ, ആണുങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അകലിന് മക്കളെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആകുമ്പോഴല്ലേ ഒരു കുടുംബോട്ട് മുമ്പോട്ട് പോകാൻ പറ്റണത്. അച്ഛൻ പറയണ കേൾക്ക്. അവൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് തന്നെ എസ് ആയിട്ടാണ്. അപ്പോൾ അവ ഏത് റാങ്ക് വരെ പോകുന്നൊന്ന് മക്കളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. മക്കൾക്കറിയാലോ അച്ഛൻ്റെ അവസ്ഥ. അച്ഛൻ്റെ വീട്ടുകാരെല്ലാം വലിയ നിലയിലും അച്ഛൻ മാത്രം ഇപ്പം ഇങ്ങനെ ഒരു കടയിട്ട് അമ്മേരെ വീട്ടിൽ വന്ന് താമസിച്ച്. അപ്പം അച്ഛൻ ആഗ്രഹം കാണൂലേ എൻ്റെ മക്കളെ നല്ല നിലയിലേക്ക് അയക്കണമെന്ന്. അതെന്തരി പറച്ചില് മുരളി? അപ്പൊ ഇതുവരെ നിന്റെ വീടായിട്ട് നിനക്ക് തോന്നിയിട്ടില്ലേ? അങ്ങനെ അല്ല മാമി ഞാൻ ഉദ്ദേശിച്ച. നിന്നെ ഞാൻ മരുമോനായിട്ടാണ്. അമ്മ ഒന്ന് ചുമ്മാ ഇരുന്നാണമ്മ. ബാവച്ചി, ഇത്രയും ആയിട്ട് ഇനി ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഇവിടെ വാഴക്കടിക്കുന്ന കുരുടായിരിപ്പുണ്ട്. അതെടുത്ത് കുടിച്ച് ഞാൻ ചാവും. തൂങ്ങിച്ചാവണോ മാറ്റിയ ചാവൂടി ഞാൻ. നിനക്ക് ചത്ത് കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ ആരും ചാവണ്ട. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാം. പോരെ? എന്തിന്റെ കഴപ്പ്? നീ എന്തിനാ അഞ്ജലിയുടെ പിക്കൊക്കെ വെച്ച് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടത്? എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവളെ അച്ഛൻ വീട്ടിൽ നല്ല സീനാക്കിയിട്ടുണ്ട്. അവളാണെങ്കിൽ അവളെ കെട്ടാൻ പോണോനെ കൊണ്ട് തന്നെ സഹിക്കാൻ വയ്യായിരിക്കും. അപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് നീ ഉണ്ടാക്കണം. അവനെന്ത് കുഴപ്പം? അവൻ വേറൊരു സൈക്കോ. അപ്പൊ എനിക്ക് ഇതിൽ ഇനിയും സ്കോപ്പ് ഉണ്ടടി. സ്കോപ്പ് നിന്നെയൊക്കെ അടിക്കാൻ ആളില്ലാത്തോണ്ട് നീ എന്ത് തോന്നില്ല ഇങ്ങനെ. എടി ഞാൻ PSC ലിസ്റ്റിലൊക്കെ വന്നില്ലേ എന്നും പറഞ്ഞ് അവക്ക് എത്തിയല്ലേ പ്രേമിച്ചത്. എനിക്ക് എന്തൊരു കുറവ്. നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അളിയ ശക്തി. അളിയ, ആ സാഹചര്യങ്ങളെല്ലാം നിനക്ക് അനുകൂലമാണ്. നീ ഇപ്പോൾ ഒന്ന് സ്ട്രോങ് ആയ അവൾ വളയും. ഞങ്ങളൊരു മതം അല്ലെങ്കിൽ ഞാനുള്ള വീട്ടിൽ പോയി ഞാൻ പെണ്ണി വെച്ചേനെ. അവക്കൊണ്ട് ഞാൻ മതം മാറിയാല. നീ മതം മാറിയിട്ട് എന്ത് ചെയ്യാൻ? എടാ, അവളെ വീട്ടുകാർ അവളെ നിനക്ക് കെട്ടിച്ചിട്ടെങ്കിൽ നീ അവളെ ജാതി ആവണം. ഓ ജാതിയും മാറാം പറ്റൂലത്. അപ്പൊ എന്ത് ചെയ്യും? എടാ, നീ ഇമോഷണലി വർക്കൗട്ട് ചെയ്യും. അവളെ വീട് എവിടെയാണ്? വീട് എനിക്കറിയാം. അവളെ കല്യാണം എന്നറിഞ്ഞ അന്ന് മുതൽ നീ ഇവിടെ കിടന്ന് കരഞ്ഞു മെഴുവണ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ഡാലയാ, നാളെ നമ്മളവളെ വീട്ടിൽ പോയിരിക്കും. വീട്ടിൽ പോയിട്ട് പെണ്ണിട്ടെ ഇത് പെണ്ണ മട്ടമ്മ ശക്തി ഇരിക്കടവും കൂടെ. നീ എന്തൊരു തീരുമാനിച്ച്? എന്തോന്ന്? നീ തൂങ്ങ ചാവണ അതോ വിഷം കഴിക്കണം? ചുമ്മാ ഇരുന്നാണമ്മ. എവള് പറയണ കണക്കുള്ള കുഴപ്പമൊന്നും അഖിലിനില്ല. ആര് പറഞ്ഞ കുഴപ്പമില്ലാത്തത്? അന്ന് ഇവിടെ വന്നപ്പോ ആ ചെറുക്കൻ എൻ്റെ അടുത്തൊന്നും മിണ്ടി പോലും ഇല്ല. അതിനവർ അമ്മയെ കാണാനല്ലല്ലേ വന്നത്. ഞാനവളെ അമ്മൂമ്മയല്ലേ? അവൻ എൻ്റെ അടുത്ത് ഇത്തിരി മിണ്ടിയ എന്തിനാണ് കുഴപ്പം? എന്നിട്ട് അവന് സ്ക്രീൻഷോട്ട് അയക്കണം പോലും. എനിക്കപ്പോഴേ തോന്നി അവൻ ടോക്സിക് ആണെന്ന്. എനിക്ക് ഇപ്പോഴും ഒരു കോള് വന്ന അമ്മ ചോദിക്കുമല്ലോ ആരെന്ന്. അപ്പൊ അമ്മയും ടോക്സിക് ആണോ? ഞാൻ ചോദിക്കും. എനിക്ക് നിന്നെ സംശയമുണ്ട്. ഇത് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. ഈ കല്യാണം എങ്ങനെയെങ്കിലും നടത്തിക്കോട്ടെ അമ്മ. ഈ അമ്മയാണ് ഈ പെണ്ണിനെ ഏളോ വെച്ച് കൊടുക്കുന്നത്. മക്കളെ, സുധയാണെങ്കിലും മുരളിയാണെങ്കിലും ശരി, രണ്ടിനും വെളിയൊന്നുമില്ല. ഓൾഡ് ജനറേഷൻ. എന്തായാലും മക്കളെ മിണ്ടാതിരിക്കണത്? കമ്മലിടാത്ത എന്ത്? അയ്യോ, കാത് പഴുക്കണ വേദന. എന്താ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നേ? ശബ്ദോ? ആ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഇല്ല. ഇപ്പോഴോ? ഇപ്പൊ ഉണ്ട്. ആ, എവിടെ എങ്ങനെയാ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കും. ഒട്ടും വയ്യേ. കയറി പോടി അവിടുന്ന്. എവിടെ പോണ്? അവിടെ ആള് നിൽക്കുകയാണ് പെയിന്റ് അടിക്കാൻ. അതുകൊണ്ട് തന്നെ പോണത്. പറഞ്ഞില്ലെങ്കിൽ മുരളി നട്ടുവെച്ച പയറെല്ലാം കൂടെ അവന്മാര് വലിച്ചു പറിച്ച് ദൂരെ കളയും. ആ കാടൊക്കെ പറിച്ച് കളയിട്ട് കയറി പോടി അകത്ത്. അവൾ എന്നെ പഠിപ്പിക്കണം. പഴയ ചുവരാണ്. ഇതെല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. നീ എൻ്റെ പോഴ്സ് ഒന്ന് കുറച്ചാണ്. ഞായറാഴ്ചയായിട്ടൊന്ന് പൊന്മുടി പോയിരുന്ന ഞാനാണ്. നീ കെഞ്ചി പറഞ്ഞുകൊണ്ടാണ് ഞാൻ നീ പണിക്ക് വന്നത്. അതുകൊണ്ട് നീ ആജ്ഞാപിക്കല്ലോ എൻ്റെ കൂടെ. ഒള്ളി റിക്വസ്റ്റ്, മനസ്സിലായാ? സാറേ,
അതിന്റെ ഫോഴ്സ് ഒന്ന് കുറച്ചാലും. മക്കളെ പയറും വെണ്ടയൊക്കെ വെച്ചത് പോവാതെ ചെയ്യണേ. ഓ അമ്മ, അത് നമ്മൾ നോക്കിക്കോളാം അമ്മ. ആർക്കാ ദാണ്ട ഒന്നും പോവാതെ ചെയ്യണേ. അതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട, എനിക്ക് അങ്ങനെ ചെയ്യാൻ. ഞാൻ വിക്കമണിയുണ്ട വീട്ടിൽ വേറെ കോഴി കൂടെ വെള്ളം അടിച്ച് അവരെ കഞ്ഞിക്കല കട്ടി തീർപ്പ ചോർന്നുണ്ടല്ലോ. അതൊക്കെ പണ്ട്. ഇപ്പൊ ഞാൻ ഇതിൽ പ്രോയാ. ഞാൻ അവര് നട്ടു വെച്ചേക്കണേ നശിപ്പിക്കാൻ. അമ്മച്ചിക്ക് അടുത്ത കർഷകശ്രീ മേടിക്കാല്ലേ. പിന്നെ ആര് വെണ്ട വെച്ചല്ലേ ഒരു കർഷകശ്രീ ഉണ്ടാക്കി. അനി അമ്മച്ചി പിന്നടാ. അമ്മ എന്തിനു പറ്റി അമ്മ? എടാ വെള്ളം ഇറ. എടാ നോക്കിയോണ്ടിക്കാത്തി വെള്ളം ഇറ. എടുത്തു മാറ്റാ. ഇതുകൊണ്ടാടാ വെള്ളം ഒഴിക്കണം. മുരളിയണ്ണ അമ്മച്ചി അവിടെ വീണണ്ണ. ഓടി വാണ മുരളിയണ്ണ. അണ്ണ എന്നാ ചെറിയ അവിടെ നാക്കിതാണ്. ചെറിയ അവിടെ ഇത് ഞായറാഴ്ച ചിക്കനൊക്കെ വെച്ച് തകർക്കാന്ന് തന്നെ. മാമി തളർന്നു വന്നേട്ടാ. നമ്മളിപ്പോ ആശുപത്രിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഏതാശുപത്രിയില്? ഏജയില് കയറ്റാം. ഇപ്പൊ എങ്ങനെ ഞാൻ അങ്ങോട്ട് വരാം? വേണ്ട, നീ സുമയ മക്കളെ വിളിച്ചിട്ട് വീട്ടിലോട്ട് പോ. അവിടെ വാവച്ച് ഒറ്റയ്ക്കേ ഉള്ളൂ. ഓ ഹലോ അണ്ണാ. എന്തിനാ മാമി തളർന്നു വേണമെന്നു. സീരിയസ് എന്നാണ് തോന്നണ കേട്ടാ. മാമി എന്ന് പറയുമ്പോ വൈഫിന്റെ അമ്മേ. ഓ അപ്പൊ ഇപ്പൊ വിളിച്ച മുരളിയണ്ണനാ? ഓ അവർക്ക് മുമ്പ് ഒരിക്കൽ ഇതിനൊക്കെ എന്തിനാ വന്നില്ലേ? ഇതിപ്പോ 3ാമത്തെ അറ്റാക്ക്. എൻ്റെ അടുത്ത് ആശുപത്രി ചെല്ലണ്ട, വീട്ടിലോട്ട് പോവാൻ. തന്നല്ലേ? ഇതിപ്പോ ചിക്കനൊക്കെ വേസ്റ്റ് ആവല്ല അണ്ണ. പെണ്ണുങ്ങൾക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് വരുവാടാ. അതെന്ത് പെണ്ണുങ്ങൾക്ക് എന്ത് ഹാർട്ട് ഇല്ലേ? ബോഡി എപ്പോൾ കൊണ്ടുവരും? അതെനിക്കെങ്ങനെ അറിയാം. എന്തായാലും ചിക്കൻ ഗ്രില്ല് ചെയ്യണം. സാധനം എടുക്കണം. കാശുണ്ടാ? കാശ് ഒപ്പിക്കാം. അണ്ണാ നിങ്ങൾ മരിപ്പറിയ ആര്? ആരുടെ നമ്മളെ സാവത്രി വെച്ച് മരിച്ചുപോയി. ഏത്? കടയിൽ മുരളേണ്ട അമ്മായിയമ്മേ. തന്നെ? ഓ എപ്പം? ആണ്ടെ ഇപ്പം. നിങ്ങൾ പെട്ടെന്ന് ഈ ട്യൂബൊക്കെ പറയിക്കൊണ്ട് വെച്ച് കെട്ട്, അല്ലെങ്കിൽ ഇതും ആ പപ്പൂട്ടി കൊണ്ടുപോകും. പപ്പൂട്ടി എന്തിനു കൊണ്ടുപോണ? അവനൊക്കെ തോട്ടന്റെ അക്കരെ വരെയുള്ള മരിപ്പേ ഉള്ളൂ. ഇക്കരത്തെ മരിപ്പൊക്കെ എനിക്ക് തന്നെ. ആ കൊണ്ടുവച്ച് കെട്ടാൻ തന്നെ അറിയാം. നീ വണ്ടി ഇറേ. ഞാൻ എന്തിനാ വാടാ പോടാ. ഇപ്പോഴേ വേണം തരണ. വൈകിട്ടുണ്ട് ചെടിയാ പോരെ. പറയാൻ പറ്റൂല. ആ പപ്പൂട്ടി കൊണ്ട് കെട്ടിക്കളഞ്ഞാല ഒന്നാമത് അവരെ ബന്ധുവാണ് അവൻ. ഓ നമ്മളിവിടെ എത്തിച്ചേ രാന്ദ്ര. എന്തായാലും ഇവിടെ അഡ്മിറ്റ് ആയിരിക്കും. രാന്ദ്ര വീട്ടിലെത്തിയാ? ഞങ്ങളിവിടെ എത്തിയണ്ണ. ഞാനും സുമൊക്കെ എത്തി. ഓ പിന്നെ വാവച്ചി വീട്ടിലുണ്ടല്ലോ. പിന്നെ അവളോടെ പോവാൻ. ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്യണേ റിസപ്ഷനില്. ആ പേഷ്യന്റ് മൊത്തം നനഞ്ഞിരിക്കണേ. എന്നിട്ട് അതാണ്ട് അമ്മച്ചി ദേഹം തളർന്ന് വീണപ്പോഴേ യവായി വെള്ളം കോരി കുടഞ്ഞത്. ഇങ്ങനെയും കുടയോ? ഞാൻ വിചാരിച്ച അവർ അറ്റാക്ക് വന്ന് കിണറ്റിലങ്ങണ്ട വീണെന്ന്. ജസ്റ്റ് എന്താടേ? അല്ല മരിച്ചെന്നറിഞ്ഞ പിന്നെ ട്യൂബൊക്കെ വെച്ചിട്ടാനായിട്ട്. നാടവനെ ആരാടാ മരിച്ചെന്ന് പറഞ്ഞ? പഞ്ചഭാവി മരിച്ചില്ലേ? ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കണമെന്നാണ് അണ്ണ ഇപ്പം വിളിച്ചാൽ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് മരിച്ചെന്നാ. പോവാ പോണ അങ്ങോട്ട്. ഇനി ഇന്ന് അടി കിട്ടും. ഇല്ല, അവൻ കോൾ എടുക്കട്ട്. ആ മുരളിയണ്ണ എപ്പോ? മരിച്ചടാ, മരിച്ചു. ഒന്ന് നിർത്തിയാ നിർത്തിയാണ്ടാ. നിർത്തറാ.
ദാണ്ടേ ഇവിടുത്തെ അമ്മച്ചി മരിച്ചുപോയി. ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് ഫോൺ വന്നു. അയ്യോ നമ്മൾ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോ ആ അമ്മച്ചി കണ്ടാണല്ലോ. ആ ഇപ്പൊ മരിച്ച്. നിങ്ങളെ ഇതെടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് വായിര്. ചേട്ടാ നമ്മൾ വേറെ എവിടെ കൊണ്ടുപോകാൻ ചേട്ടാ? ചേട്ടാ ഇന്ന് വൈകിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട് ചേട്ടാ. ഇതുവരെ ഇതൊന്നും സെറ്റായില്ല. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്റെ അടുത്ത് ഇവിടെ വന്ന് ഇങ്ങനെ പറയാൻ പറഞ്ഞു. മക്കളെ എന്നാ പിന്നെ എത്തിപ്പോരും നിർത്തടാ. പിന്നെ വൈകിട്ടത്തെ പ്രോഗ്രാമിന് നിങ്ങൾ പോയിരുന്ന് വായിക്കോ? അണ്ണാ ഇപ്പൊ ആശുപത്രിയിലെന്നല്ലേ പറഞ്ഞേ? ബോഡി കൊണ്ടുവരുമ്പോൾ നമ്മൾ നിർത്തിക്കോളാം.